വെൽക്കം ടു പാറോസ് പ്ലാനറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ട്രാവൽ വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ മൈസൂരിൽ നിന്ന് ഗോകർണയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 5:45 AM. നമുക്ക് ഇവിടുന്ന് ഏകദേശം 9.25 മണിക്കൂർ അല്ലേ, 10 മണിക്കൂറാണ് കാണിക്കുന്നത്. 480 കിലോമീറ്റർ. 3 മണിയെന്നാണ് പറയുന്നത്. മിക്കവാറും 4-5 മണിയാവും, കാരണം ഇടയ്ക്ക് നിർത്തുകയൊക്കെ ചെയ്യുമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാം. പോവാം. കൂർഗിലെത്തിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ. ചെറുതായിട്ട് മഴച്ചാറ്റില്, മഞ്ഞ്. റോഡിൽ വലിയ തിരക്കുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല, പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് ഓടിക്കാൻ. ഇനി 382 കിലോമീറ്റർ കൊണ്ടുണ്ട്. നമ്മൾ കഴിക്കാനൊന്നും നിർത്തിയില്ല, സമയമൊന്നും ആയിട്ടില്ല. ഇത് നമ്മള് മാംഗ്ലൂര്, ഉടുപ്പി ആ റൂട്ടാണ് പോകുന്നത് കേട്ടോ. വേറെ 2 റൂട്ട് കൂടെ ഉണ്ട്, അത് പക്ഷെ കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പൊ ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മൈസൂരിൽ നിന്നാകുമ്പോൾ ഈ റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ കൂർഗ് എത്തി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും കൂർഗ് കഴിഞ്ഞിട്ട് കുറച്ച് വളവും തിരിവും ഒക്കെ ഉള്ള റോഡുണ്ട്. ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ മെയിൻ വ്ളോഗർ ചിലപ്പം വാള് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല മഴ എന്ന് പറയുന്നത് ചെറിയ ചാറ്റിൽ കേട്ടോ. നല്ല എ സി ഒന്നും നല്ല ചില്ലായിട്ട് മോട്ടർ ഇറങ്ങുന്നു. ബാക്കി അപ്ഡേറ്റ് കഴിക്കുന്നത്. അപ്പോൾ ഹായ് ഗായ്സ്, കൂർഗിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരേക്കുള്ള രീതിയിലാണ്. മൊത്തം എസ്സാ. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊന്ന് നിർത്തി കുറച്ചു നേരം അങ്ങനെയാ. മുന്നോട്ട് എണീറ്റു. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. മേഡത്തിൻ്റെ മുഖം കണ്ടില്ലേ, അങ്ങോട്ട് ശരിയാവുന്നില്ല. എസ് അതാണ് ഈ കാണുന്നത്. റോഡ് നല്ലതാണ്, പക്ഷേ ഈ എസ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. അപ്പം ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Guys. Hi guys. We're not supposed to be here, guys. അപ്പം നമ്മളെ ഒരു കാര്യം, മൈസൂരിൽ നിന്ന് വന്ന സമയത്ത് അവിടുന്ന് കൂർഗ് കഴിഞ്ഞിട്ട് മടികേരി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമല്ലേ. ഇവിടെ വരുന്ന സമയത്ത് സുല്യ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലമുണ്ട്.
അവിടെ 2-3 ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല, പാർക്കിങ്ങിന് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നു. പോയി കഴിഞ്ഞ് പെട്ടുപോയി മോനെ, ഒറ്റ ഹോട്ടലില്ല. അപ്പൊ ഏകദേശം ഇപ്പൊ ഒരു 45 മിനിറ്റോളം ട്രാവൽ ചെയ്തതിനു ശേഷമാണ് 2-3 ഹോട്ടൽ കണ്ടത്. അപ്പം അത് നിങ്ങളൊന്ന് ഓർത്തോണം. മടികേരി സുല്യക്ക് ഇടയ്ക്ക് ഫുഡ് കഴിച്ചോണം. ഓക്കെ, ഇനി അല്ലെങ്കിൽ മാംഗ്ലൂർ എത്തണം. അപ്പൊ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാവത്തില്ല. അപ്പൊ ഞങ്ങൾ എന്നാ കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടു, അങ്ങോട്ട് ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. മാഡം ശ്രദ്ധിച്ചൊന്നുമില്ല. കഴിക്കാം. നല്ല എണ്ണയാണ്. നമ്മൾ ദോശയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കൊള്ളാവോ? നമ്മുടെ സാധാ ദോശ അല്ല, മസാല ദോശ. അമ്മയാണ് ഞങ്ങൾ മസാല ദോശ. ഇങ്ങനെയുണ്ട്. വേറൊരു മസാലയാണ് സാമ്പാർ. സാമ്പാറാ കഴിക്കാം. സ്പെഷ്യൽ കാപ്പി വന്നിട്ടുണ്ട്. അങ്ങനെയാണോ പറഞ്ഞേ? വെയിറ്റർ അങ്ങനെയാ പറഞ്ഞത്. മഴയുണ്ട്, കാണത്തില്ല. ഹായ്, അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. മറ്റേ 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞത് ഇപ്പം 4 മണിയായി. കാരണം ഇടയ്ക്ക് അവിടെയൊക്കെ നിർത്തിയല്ലോ. ഈ നല്ല മഴയുണ്ട്, നല്ല മഴയും. പിന്നെ ഇവിടെ ഈ ബാംഗ്ലൂർ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. റോഡ് മൊത്തം ചള്ളയാണ്. നമ്മൾ രാവിലെ നല്ല റോഡാന്ന് പറഞ്ഞ കുറെ സ്ഥലമുണ്ടായിരുന്നല്ലോ, അതിന്റെ വാശി തീർത്തിട്ട് നല്ല അടിപൊളി കുണ്ടും കുഴിയും മാത്രമുള്ള റോഡുകൾ. ചടപോണ് അപ്പം അങ്ങനെയാണ് ചാടി ഇങ്ങനെ കുലുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ നമ്മള് ഉടുപ്പി കഴിഞ്ഞു. ഓക്കെ, നമ്മളെ മുമ്പ് പറഞ്ഞില്ലായിരുന്നു കുറച്ച് സ്ഥലമേ ഉള്ളൂ പ്രോബ്ലം. അത് കഴിഞ്ഞ് അടിപൊളി കിടക്കാൻ ചെയ്യുന്നു. പിന്നെ അടിച്ചു പിന്നെ വന്നു. ഇടയ്ക്ക് മഴയുണ്ട്, ഇടയ്ക്ക് മഴയില്ല. അതുകൊണ്ട് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നല്ല തെളിച്ചുണ്ട്. ഇപ്പൊ വീണ്ടും മഴയായി. പിന്നെ നമ്മള് മുമ്പത്തെ അതേ സമയം ഇടയ്ക്ക് വേറെ ഒന്നും നിർത്താത്തതുകൊണ്ട് 3:30 ആവത്തേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അതായത് ഇനി 179 കിലോമീറ്റർ, അതായത് 3 മണിക്കൂർ 15 മിനിറ്റ്. അത് കൂടും എന്തായാലും. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ നിർത്തണോ? ഇതിന്റെ ഇടയ്ക്ക് 2 ടോൾ ഉണ്ടായിരുന്നു. അതെ 2 ടോൾ ഉണ്ടായിരുന്നു. എത്ര രൂപ കട്ടായെന്ന് നോക്കിയിട്ട് അത് പറയാം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. പക്ഷെ 2 ടോൾ ഉണ്ടായിരുന്നു. പക്ഷെ ടോൾ മുതലാണ് കേട്ടോ. നല്ല റോഡാണ്, അടിപൊളി റോഡാണ്, വലിയ ശല്യമൊന്നുമില്ല. പിന്നെ അടുത്ത മഴ ഇപ്പൊ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ബ്രേക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കേ, ബൈ. ഒക്കെ കഴിച്ചു. ഈ വരുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. പക്ഷെ നല്ലത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. എല്ലാം ബാർ അറ്റാച്ച്ഡ് ആണ്. അത് കണ്ട ഒരു കാര്യമാണ്. ഉടുപ്പിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലി റെസ്റ്റോറന്റ് ആണ്. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ എല്ലാം ബാർ അറ്റാച്ച്ഡ് ആണ്. പിന്നെ അപ്പൊ നമ്മള് ഇപ്പം ഫുഡ് കഴിച്ചു. ഇപ്പൊ കാണിക്കുന്നത് 99 കിലോമീറ്ററും കൂടെയാണ് നമ്മള് ഇനി പോകാനുള്ളത്. ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ്. 4:14 ആവത്തേക്ക് എത്തും. നമ്മളപ്പോഴേ പറഞ്ഞില്ലേ എങ്ങനെയായാലും 4 മണി കഴിയും. പക്ഷെ റോഡ് അടിപൊളിയാണ്. നോക്കിക്കേ, ഇടുക്കി റോഡാണ് ഇത്. പനവേലി ഹൈവേ ആണ്, നാഷണൽ ഹൈവേ. കൊച്ചി പനവേലി നാഷണൽ ഹൈവേ ആണ്. അടിപൊളി റോഡാണ്. ഇപ്പൊ നമ്മൾ ഒരു ടോളും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം എനിക്ക് തോന്നുന്നു 4 ആയി. എല്ലാം ചെറിയ മോഡാ കേട്ടോ. 50, 60,
40 അങ്ങനെ ഉള്ളത്. ഇതിപ്പോഴത്തെ എത്രയാണെന്ന് എമൗണ്ട് അറിയത്തില്ല, എന്നാലും ഉണ്ട് ടോൾ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് പക്ക നാട്ടിലെ വിശാലമായ ഷോറൂം. ഇങ്ങനെ ഓടിച്ചാൽ പോവാ. ക്ലൈമറ്റും ഓക്കെയാണ്. ഇവിടെ ഇപ്പൊ ക്ലൈമറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, മഴയില്ല. അപ്പൊ ഞങ്ങള് അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇനി 12 കിലോമീറ്ററും കൂടെ പറഞ്ഞു വന്നത്. 15 കിലോമീറ്റർ ആ ഹൈവേന്ന് 15 കിലോമീറ്റർ ആണ് ഈ ചെറിയ റോഡ്. നോക്കിക്കേ, റോഡ് കണ്ടോ. ഇതിപ്പോ ഒരു നിർബന്ധമാണ്, ബീച്ച് അങ്ങനത്തെ സ്ഥലങ്ങളാണോ റോഡ് ചെറുതായിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ചെറിയ റോഡാണ്. ചെറിയ റോഡിൽ കൂടെ നമ്മളിങ്ങനെ നമ്മള് ഗോകർണ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 22 മിനിറ്റ്, അതായത് ഒരു 13 കിലോമീറ്റർ. 14 കിലോമീറ്റർ ആയിരുന്നു അവിടുന്ന്. ഇപ്പം ഇനി ഒരു 12 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട്. 12 കിലോമീറ്റർ ആവുമ്പോഴത്തേക്ക് ഗോകർണ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ റോഡാണ് കേട്ടോ, അത്യാവശ്യം തിരക്കും ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാത്ത റോഡാണ്. പക്ഷെ കുഞ്ഞതാ കേട്ടോ. അവിടെ നമ്മളൊരു 15 മിനിറ്റിനുള്ളിൽ എത്തും. റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പൊ ഞങ്ങള് നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മള് ഇവിടെ ഗോകർണത്തെത്തി, റിസോർട്ട് എത്തി. കുടിൽ ബീച്ചിന്റെ അടുത്തുള്ള റിസോർട്ടാണ്. റിസോർട്ട് ഏതാണെന്നും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. പിന്നെ പറയാൻ വിട്ടുപോയത്, ഇവിടെ വരെ വേറെ റോഡിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ടോൾ അത്യാവശ്യം നല്ലപോലെ ടോള് പോകുന്നുണ്ട്. പിന്നെ 110 ഉണ്ടായിരുന്നു, 50, 60 അങ്ങനെ ഒരു 5-6 ടോള് വരെ പോയിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര രൂപയായെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞങ്ങൾ ഇതിന്റെ താഴെ ഇട്ടേക്കാം. പിന്നെന്താ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് ചെറുതായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാലാവസ്ഥ ഇപ്പൊ ഇവിടെ മഴയൊന്നുമില്ല, അത്യാവശ്യം ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care. Bye.